സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം, അതും മിതമായ നിരക്കിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്. മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ. അന്ന ഫുഡ്വെയർ, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണക്കാല പൂക്കൃഷിക്കുള്ള തുടക്കം കുറിച്ചു. ആദ്യ തൈ നടൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. നഗരസഭാ പരിസരത്ത് പുതിയതായി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന് സമീപത്തായാണ് ചൊവ്വാഴ്ച രാവിലെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. 200ഓളം ചെണ്ടുമല്ലി തൈകളാണ് ഗ്രോ ബാഗുകളിലാക്കി ഇവിടെ കൃഷി ചെയ്യുന്നത്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി പരിപാലിക്കുക. വരുന്ന ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ചെണ്ടുമല്ലി പൂക്കൾ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, കൌൺസിലർമാരായ KS ശോഭന, T ലത, CC ഉഷാദേവി, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ പങ്കെടുത്തു. മറ്റ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കണ്ടിൻജന്റ് ജീവനക്കാർ, കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഏതാണ്ട് 200-ലധികം തൈകളാണ് ഇവിടെ അവർ പരിപാലിക്കാൻ വേണ്ടി പോകുന്നത്. ഓണമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി പൂവാണ് അവർ ഉദ്ദേശിക്കുന്നത്. നഗരസഭയിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവരിതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നഗരസഭയിലെ ജീവനക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കുമെല്ലാം ഇതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ആളുകൾ, പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഏറ്റവും പൂക്കൾ വിപണിയിൽ കൂടിയ വില ഉള്ള സാഹചര്യത്തിൽ അത് കുറഞ്ഞ വിലയ്ക്ക് ഗുണഭോക്താക്കൾക്ക് എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യം കൂടി ഇതിന് പുറകിലുണ്ട്. ഏറ്റവും സദുദ്ദേശപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതുവഴി കുടുംബശ്രീ ഈ സമൂഹത്തിൽ നിർവഹിക്കാൻ പോകുന്നത്. ഷൊർണൂർ നഗരസഭയിലെ കുടുംബശ്രീ ഈ ദൗത്യം ഏറ്റെടുക്കാൻ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. അതിൻ്റെ ഭാഗമായി ആ കുടുംബശ്രീയെ നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CCV.